പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. 130 സങ്കീർത്തനം 6 വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവെ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു എന്ന്. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിയുവാനും ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുവാനും വേണ്ടി ഒരുങ്ങുകയാണ്. ഓരോ പ്രഭാതത്തിലും നമ്മൾ ചെയ്യേണ്ടത് അന്നേ ദിവസം നമ്മെക്കുറിച്ചുള്ള, നമ്മിലൂടെയുമുള്ള ദൈവത്തിന്റെ ഹിതം പരിപൂർണമായും നിറവേറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും അഭിലഷിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഈ പ്രവർത്തനത്തിലും ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രക്രിയയിലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രഭാത വിരുന്നിലൂടെ നിങ്ങളെ സമീപിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ, നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 6 അധ്യായത്തിൽ 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ്. നമുക്ക് സാഗൂതം അത് ഒന്ന് ശ്രവിക്കാം. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. ചുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ ചുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ ചുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. യേശുനാഥൻ ഈ തിരുവചനങ്ങളിലൂടെ 3 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഭൗമിക സമ്പത്തിന്റെയും ഭൗമിക വസ്തുക്കളുടെയും നശ്വരതയെക്കുറിച്ച്. രണ്ടാമത് സ്വർഗീയ സമ്പത്തിന്റെ അനശ്വരതയെക്കുറിച്ച്. മൂന്നാമത് നമ്മുടെ ഹൃദയം എവിടെ ആയിരിക്കണം, എന്തിലായിരിക്കണം ഊന്നി നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് യേശു നമ്മെ ഈ പ്രഭാതത്തിൽ പഠിപ്പിക്കുവാനും പ്രബോധിപ്പിക്കുവാനും ആഗ്രഹിക്കുകയാണ്. 1.
ഭൗമിക നിക്ഷേപത്തിന്റെ നശ്വരത. എന്തുകൊണ്ടാണ് ഭൗതിക വസ്തുക്കൾ നശ്വരമായിരിക്കുന്നത്, അവയിൽ നമ്മുടെ ഹൃദയം ഊന്നി നിൽക്കരുത് എന്ന് പറയുന്നത്? എന്തുകൊണ്ട് നമ്മൾ ഭൗതിക വസ്തുക്കൾക്കും ഭൗതിക സമ്പത്തിനും ജീവിതത്തിൽ അമിത പ്രാധാന്യം നൽകരുത് എന്ന് പറയുന്നതും? അതിനുള്ള കാരണമായി യേശു പറയുന്നത്, ഈ ഭൗതിക വസ്തുക്കളും ഭൗമിക സമ്പത്തും എല്ലാം ഒരുപക്ഷെ കള്ളന്മാർ കവർന്നു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്, തുരുമ്പും കീടങ്ങളും അവയെ നശിപ്പിക്കുവാൻ സാധ്യതയുണ്ട് എന്ന്. ഇത് നമ്മുടെ എല്ലാവരുടെയും അനുദിന ജീവിതത്തിലെ അനുഭവമാണ്. അതിന് നമ്മുടെ ചുറ്റുപാടും ധാരാളം ജീവിക്കുന്ന വ്യക്തികൾ തന്നെയുണ്ട് അനുഭവ സാക്ഷികളായിട്ട്. ഈ അടുത്ത നാളിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് തമിഴ്നാടിന്റെ ദീർഘനാൾ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ മരണം. ധാരാളം സമ്പാദിച്ചവളാണ് അവൾ. ഒത്തിരി ഭൂസ്വത്ത്, ഒത്തിരി ഉടയാടകൾ, ഒത്തിരി ആഭരണം, അനേകം നൂറുകണക്കിന് ജോഡി ചെരുപ്പുകൾ, ഇതെല്ലാം ഉണ്ടായിരുന്ന ജയലളിത ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് യാതൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. തന്നെയുമല്ല, അവൾ നേടിയ സമ്പത്തിനെ പ്രതിയും അവൾ നേടിയെടുത്ത സ്ഥാനമാനങ്ങളെ പ്രതിയും അനുയായികളുടെ ഇടയ്ക്കും അണികളുടെ ഇടയ്ക്കും ഒക്കെ ഭിന്നിപ്പും വാദങ്ങളും എല്ലാം ഉണ്ടാവുകയും തമിഴ്നാട് ഗവൺമെന്റിലും രാഷ്ട്രീയത്തിലും വലിയ പ്രകമ്പനങ്ങളും കോളിളക്കങ്ങളും ഉണ്ടാവുകയും ചെയ്ത് നമുക്കറിയാം. ജയലളിത ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ താൻ കരുതി വെച്ചത് യാതൊന്നും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കഥയാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടേത്. ഗ്രീക്ക് രാജാവായിരുന്ന സാമ്രാട്ടായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി രോഗാതുരനായി കഴിഞ്ഞപ്പോൾ ചികിത്സിക്കാനായി നാട്ടിൽ പ്രാഗൽഭ്യമുള്ള എല്ലാ ഭിഷഗ്വരന്മാരെയും ക്ഷണിച്ചു വരുത്തി. ഭിഷഗ്വരന്മാർ കൊടുത്ത മരുന്നിനോ അവർ നൽകിയ ചികിത്സയ്ക്കോ ഒന്നും അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവൻ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. തന്റെ അന്ധശ്വാസം വലിക്കുന്നതിന് മുൻപ് അലക്സാണ്ടർ ചക്രവർത്തി ആവശ്യപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: എന്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ശവമഞ്ചം വഹിക്കേണ്ടത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്: എന്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ മുഴുവനും ഞാൻ നേടിയെടുത്ത സ്വർണം, വെള്ളി, മുത്തുകൾ ഇവയെല്ലാം വിതറിയിരിക്കണം. മൂന്നാമത്തെ കാര്യം ഇതാണ്: എന്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ശവമഞ്ചത്തിന്റെ ഇരുവശങ്ങളിലുമായി ഓരോ ദ്വാരങ്ങൾ ഇട്ടിരിക്കണം. ആ ദ്വാരങ്ങളിലൂടെ എന്റെ ഇരു കൈകളും പുറത്തേക്ക് ഇട്ടിട്ട് വേണം എന്നെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോകുവാൻ. എന്തിനാണ് ഇങ്ങനെ 3 ആവശ്യങ്ങൾ തന്റെ അന്തിമ അഭിലാഷമായി അലക്സാണ്ടർ ചക്രവർത്തി നൽകിയത്? അതിന് കാരണം ഇതാണ്: എത്ര പ്രഗത്ഭന്മാരാണ് ഭിഷഗ്വരന്മാർ എങ്കിലും അവർക്ക് ഒരു ജീവനെ ഈ ലോകത്തിൽ എന്നേക്കുമായി നിലനിർത്താനോ പിടിച്ചു നിർത്താനോ സാധിക്കുകയില്ല എന്ന് ലോകം മുഴുവനും അറിയണം. എന്തിനാണ് താൻ സമ്പാദിച്ച സമ്പത്ത് മുഴുവനും തന്റെ സൗമന്യം വഹിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ വിതറേണ്ടത്? ഇതെല്ലാം നേടിയ അലക്സാണ്ടർ ചക്രവർത്തിക്ക് അതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. നിത്യജീവനിലേക്കുള്ള യാത്രയിൽ ഇവയൊന്നും സഹായകമാവുകയില്ല എന്ന് ലോകം മുഴുവനും അറിയണം. എന്തിനാണ് ഇരു കൈകളും തന്റെ ശവമഞ്ചത്തിന്റെ ഇരുവശങ്ങളിലേക്കും ഇടേണ്ടത്? അതിന് കാരണം ഇതാണ്: ലോകം മുഴുവനും അറിയണം, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത് വെറും കൈയോടെയാണ് എന്നത്. കർത്താവ് ഇതിന്റെ എല്ലാം ചൂട് പിടിച്ചിട്ടാണ് നമ്മോട് സംസാരിക്കുന്നത്. ഈ ലോകത്തിലെ വസ്തുക്കളിൽ ഹൃദയം അർപ്പിക്കുകയും അവ സമ്പാദിക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിരാശയായിരിക്കും അനുഭവം. കാരണം അവ കള്ളന്മാർ കവർന്നുകൊണ്ടുപോകും. എത്രമാത്രം നമ്മൾ സുരക്ഷിതമായി സമ്പാദ്യം ശേഖരിച്ചു വെച്ചാലും ശരി. ഈ അടുത്ത നാളിൽ മണ്ടിച്ചോർ എന്ന് പറയുന്ന വിദഗ്ധനായ കള്ളൻ
എത്ര വൈദഗ്ധ്യത്തോടു കൂടിയിട്ടാണ് എല്ലാവിധ സെക്യൂരിറ്റി മെഷേഴ്സും ഉണ്ടായിരുന്ന ഭവനത്തിൽ നിന്നും എല്ലാം കളവ് നടത്തുന്ന വായിക്കുകയുണ്ടായി. അതുകൊണ്ട് എത്ര സുരക്ഷിതമായി നമ്മൾ സൂക്ഷിച്ചു വെച്ചാലും ശരി, അത് കള്ളന്മാർ അപഹരിക്കാൻ സാധ്യതയുള്ളതാണ്. എത്രമാത്രം സുരക്ഷിതമായി വെച്ചാലും ശരി, കുറെ കഴിയുമ്പോഴേക്കും വിശിഷ്ടങ്ങളായ വസ്തുക്കളൊക്കെ തുരുമ്പിച്ചും കീടങ്ങൾ തിന്നും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവയിലും നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കരുത് എന്ന് യേശു പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, സ്വർഗീയ സമ്പത്തിന്റെ അനശ്വരത. നമ്മൾ ആരും ഈ ലോകത്തിൽ സ്ഥിരമായി ജീവിക്കുന്ന വ്യക്തികളല്ല. നമ്മൾ തീർത്ഥാടക സമൂഹമാണ്. പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്. നമ്മൾ സ്വർഗോന്മുഖമായി ചരിക്കുന്ന ഒരു തീർത്ഥാടക സമൂഹമാണ്. സ്ഥിരമായ വസതി നമുക്കിവിടെ ഇല്ല. സ്ഥിരമായ വസതി സ്വർഗമാണ്. അതുകൊണ്ട് നമ്മൾ ശാശ്വതമായ സമ്പാദ്യം ശേഖരിച്ചു വെക്കേണ്ടത് സ്വർഗത്തിലാണ് എന്ന് യേശു നമ്മെ ഓരോരുത്തരും പഠിപ്പിക്കുകയാണ്. ഗൾഫ് നാടുകളിലെല്ലാം ജോലി ചെയ്യുന്ന വ്യക്തികളുടെ ഒരു പ്രത്യേക പ്രവർത്തന രീതി ഇവിടെ നമുക്ക് ഒരു മാതൃകയായി എടുക്കാവുന്നതാണ്. ഗൾഫ് നാടുകളിൽ എത്ര നാൾ ജോലി ചെയ്താലും ശരി, 40-50 വർഷം ജോലി ചെയ്താലും ശരി, അവിടെ ഒന്നും പൗരത്വം ലഭിക്കുകയില്ല, സിറ്റിസൺഷിപ്പ് കിട്ടുകയില്ല. അതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവർ എന്താണ് സാധാരണ ചെയ്യുക? അവിടെ ബിസിനസ് നടത്തിയാലും ജോലി ചെയ്താലും കിട്ടുന്ന സമ്പാദ്യം മുഴുവനും നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും അവിടെ നല്ല വീട് പണിയുകയും അവിടെ വസ്തുവകകൾ വാങ്ങിക്കൂട്ടുകയും ഇവിടെ സമ്പാദ്യം സ്വരുക്കൂട്ടുകയും ചെയ്യും. കാരണം ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, ശാശ്വതമായി അവർക്ക് അവിടെ കഴിയാൻ പറ്റുകയില്ല, തലമുറകൾ അവിടെ കെട്ടിപ്പടുക്കാൻ പറ്റുകയില്ല. അവർ അവസാനമായി വന്നെത്തേണ്ടത് ഈ നാട്ടിലാണ്. ഇവിടെയാണ് അവരുടെ കുടുംബം പടുത്തുയർത്തുന്നത്, ഇവിടെയാണ് അവരുടെ പാരമ്പര്യം നിലനിൽക്കാൻ പോകുന്നത്, ഇവിടെയാണ് അവരുടെ തലമുറകൾ വളരാൻ പോകുന്നത്. ഇതുപോലെ തന്നെ ആണ് ക്രൈസ്തവ ജീവിതവും. ഈ ലോകത്തിൽ നമുക്ക് അധിക നാളുകളില്ല. ഈ ലോകത്തിൽ സ്വരുക്കൂട്ടി വെക്കുന്നതൊന്നും നമ്മെ പിന്തുടരുകയില്ല. സ്വർഗത്തിലാണ് നമ്മൾ നിക്ഷേപം ശേഖരിച്ചു വെക്കേണ്ടത്. എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിച്ചു വെക്കേണ്ടത്? നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന സൽപ്രവർത്തികൾ, ഈ ലോകത്തിൽ ചെയ്യുന്ന പരോപകാര പ്രവർത്തികൾ, ഈ ലോകത്തിൽ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, അതിലൂടെയാണ് നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിച്ചു വെക്കേണ്ടത്. നമ്മൾ സ്വർഗോന്മുഖമായ യാത്രയിൽ നമ്മുടെ കയ്യിൽ ഈ നിക്ഷേപം ഇല്ല എന്നുണ്ടെങ്കിൽ അന്തിമ നാളിൽ നമ്മൾ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ, അന്തിമ വിധിനാളിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, ആ വിധിനാളിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് നിരാശയുണ്ടാകും. ഒരിക്കൽ ഒരു രാജാവ് തന്റെ കൊട്ടാരത്തുണ്ടായിരുന്ന വിദൂഷകരെയും വിഡ്ഢികളെയും എല്ലാം വിളിച്ചു. അതിൽ നിന്നും ഏറ്റവും വിഡ്ഢിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു വടി കൊടുത്തു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നിന്നേക്കാളും വിഡ്ഢിയായ ഒരു മനുഷ്യനെ നീ കാണുമ്പോൾ നിനക്ക് ഈ വടി കൈമാറാം. അതുവരെ നീ തന്നെ ഈ വടി കയ്യിൽ ഏന്തിക്കൊണ്ട് നടക്കണം. ഈ വിഡ്ഢി തന്നേക്കാൾ വിഡ്ഢിയായ മനുഷ്യരെ തേടി നടന്നു ഈ വടി ഭരമേൽപ്പിക്കാനായി. പക്ഷെ ആരെയും കണ്ടെത്തിയില്ല. എന്നാൽ ഒരു ദിവസം ഈ വിഡ്ഢിയായ ഭൃത്യൻ കേട്ടു, തന്റെ യജമാനനായ രാജാവ് ഇപ്പോൾ രോഗാതുരനാണ്, വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ രോഗിയായി കിടക്കുകയാണ്. അദ്ദേഹത്തെ കാണാനായി ഈ വിഡ്ഢിയായ ഭൃത്യൻ കൊട്ടാരത്തിൽ ചെന്നു, അന്തഃപുരത്തിൽ കയറി ചെന്നു. ഈ ഭൃത്യൻ രാജാവിനോട് ചോദിച്ചു, എന്താണ് പറ്റിയത്? എന്താണ് അങ്ങയുടെ ഭാവി പ്ലാൻ? അപ്പോൾ ഞാനൊരു യാത്രയ്ക്ക് പോവുകയാണ്, ഞാൻ എന്റെ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ വിഡ്ഢിയായ മനുഷ്യൻ ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? എപ്പോഴാ തിരിച്ചു വരുന്നത്? എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്കറിയാം, പക്ഷേ എപ്പോഴും തിരിച്ചു വരുമോ എന്ന് എനിക്ക് ഒട്ടും അറിയാൻ പാടില്ല, വരാൻ സാധ്യതയുമില്ല. ഇത് ദീർഘദൂരം യാത്രയാണോ? അതെ, ഇത് ദീർഘദൂര യാത്രയാണ്. ഈ യാത്രയ്ക്ക് അങ്ങയുടെ കയ്യിൽ പണം വല്ലതുമുണ്ടോ? സമ്പാദ്യം വല്ലതുമുണ്ടോ? അപ്പോൾ രാജാവ് പറഞ്ഞു, ഇല്ല, ഒന്നുമില്ലാതെ വെറും കൈയോടെയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ വിഡ്ഢിയായ മനുഷ്യൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് രാജാവിന്റെ നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, അങ്ങയേക്കാൾ വലിയ വിഡ്ഢിയെ ഞാൻ ഈ ലോകത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും ദീർഘദൂരം ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ യാതൊരു സമ്പാദ്യവുമില്ലാതെ, യാതൊന്നും കയ്യിലില്ലാതെ പോവുക എന്ന് പറഞ്ഞാൽ അതിൽമേൽ വിഡ്ഢിത്തം ലോകത്തിൽ വേറെന്തുണ്ട്?
പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഒരു കഥയായിരിക്കാം ഇത്, എങ്കിലും വലിയൊരു സത്യം ഇതിലൂടെ വിളിച്ചറിയിക്കപ്പെടുന്നുണ്ട്. നമ്മൾ സ്വർഗോന്മുഖമായി ചരിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി തന്നെ അവിടെ നിക്ഷേപം ശേഖരിച്ചു വയ്ക്കണം. മൂന്നാമത്തെ കാര്യം കർത്താവ് പറയുന്നത്, നിങ്ങളുടെ സമ്പാദ്യം എവിടെയിരിക്കുന്നുവോ ഹൃദയവും അവിടെ തന്നെയായിരിക്കുമെന്ന്. നമ്മുടെ ഹൃദയത്തിൽ എന്തിനോടാണ് ആഭിമുഖ്യമുള്ളത്, അതായിരിക്കും നമ്മുടെ സമ്പാദ്യം. ഭൗതിക വസ്തുക്കളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ അവസാനം നിരാശപ്പെടേണ്ടി വരും. നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ ആഖാന്റെ പാപത്തെക്കുറിച്ച്. ജെറീക്കോ ആക്രമിച്ച് കീഴടക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ആഖാൻ അവന്റെ ദ്രവ്യാസക്തി കൊണ്ട് അവിടെ നിന്നും സ്വർണവും വെള്ളിയും വിശിഷ്ട വസ്ത്രങ്ങളും എല്ലാം എടുത്തുകൊണ്ടുവന്നു. പക്ഷേ അതിന്റെ ഫലമായി അവനും ഇസ്രായേൽക്കാരും യുദ്ധത്തിൽ പരാജയപ്പെടുകയും അവന്റെ ജീവൻ നഷ്ടമാവുകയും ചെയ്തത് നമുക്കറിയാം. സാവൂൾ രാജാവ് സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് പോലെ അമലേക്കരുമായുള്ള യുദ്ധത്തിൽ എല്ലാം നശിപ്പിക്കണമെന്ന കൽപ്പനയുണ്ടായിട്ടും ദ്രവ്യാസക്തിയാൽ പ്രേരിതനായി തന്റെ ഹൃദയം സമ്പത്തിൽ ഉടക്കിക്കിടന്നതുകൊണ്ട് അവിടെ നിന്ന് വസ്തുവകകൾ കൊണ്ടുവന്നു. അതിന് ഫലമായി അവൻ നിഷ്കാസിതനായി എന്ന് നമുക്കറിയാം, തിരസ്കൃതനായ ദൈവസന്നിധിയിൽ. അതുപോലെ യേശു പറഞ്ഞ ഉപമയും യേശുവിന്റെ അടുക്കൽ വന്ന ഒരു ധനവാനായ യുവാവിന്റെ സംഭവം നമുക്കറിയാം. യേശുവിനെ അനുഗമിക്കാൻ വന്നവൻ സമ്പന്നനായതുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ മടി ആയിരുന്നതുകൊണ്ട് യേശുവിനെ അനുഗമിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവൻ വിഷാദചിത്തനായി, അവൻ നിരാശനായി തിരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ എല്ലാ ഹൃദയങ്ങൾ ഊന്നിയിരുന്നത് സമ്പത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിൽ സമ്പാദ്യം സ്വരുക്കൂട്ടാൻ ശ്രമിക്കാം. നമ്മുടെ ഹൃദയം സ്വർഗത്തിൽ ഊന്നി നിൽക്കട്ടെ, നമ്മുടെ മനസ്സ് സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതയാത്ര ആരംഭിക്കുമ്പോൾ സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ, ലോക സുഖഭോഗങ്ങളിൽ മനസ്സ് നട്ട് നശിച്ചു പോകാതെ ദൈവത്തിൽ ഊന്നി നിൽക്കാനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രത്യേകമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ. സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിന ഇമ്പമായി ധരണിയാകെ ആബാ പിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ദൈവമേ, അവിടുന്നാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നിയന്താവ്. അവിടുന്ന് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങളുടെ മേൽ കരുതലുള്ള ഒരു ദൈവമാണ്. പത്രോസ്ലീഹ തന്റെ ലേഖനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങളെ പ്രബോധിപ്പിച്ചുമായ സത്യം ഞങ്ങൾ ഓർമ്മിക്കുന്നു. നിങ്ങൾ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന്. ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലു ആണ് എന്നതുകൊണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾ ലൗകിക വസ്തുക്കളുടെ പിന്നാലെ പോയി അവ സ്വരുക്കൂട്ടി വെക്കുന്നില്ല എങ്കിലും അനുദിന ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് നൽകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇസ്രായേൽക്കാര് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത അവസരത്തിൽ വിശക്കുകയും ദാഹിക്കുകയും ചെയ്ത അവസരത്തിൽ അത്ഭുതാവഹമായി മന്നായും കാടപ്പക്ഷിയും വെള്ളവും അവിടുന്ന് പ്രദാനം ചെയ്ത് അവർ പരിപാലിച്ചു. കർത്താവാ ദൈവമേ, ഞങ്ങൾ ഈ ലൗകിക വസ്തുക്കളിൽ ഹൃദയമുടക്കി കിടക്കാതെ സ്വർഗോന്മുഖമായി ചരിക്കുകയും സ്വർഗത്തിൽ ഹൃദയമുറപ്പിക്കുന്ന വ്യക്തികളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ
തെറ്റായ പ്രവണതകൾ നിലനിൽക്കുകയും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ തെറ്റായ മൂല്യങ്ങൾ മക്കൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മക്കളെ ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും ധാർമ്മിക ബോധത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും സാഹോദര്യത്തിലും വളർത്തിക്കൊണ്ടുവരുവാൻ എല്ലാ മാതാപിതാക്കൾക്കും അവിടുന്ന് ജ്ഞാനം നൽകണമേ. മക്കൾക്കു വേണ്ടി സമ്പാദിക്കുവാൻ തത്രപ്പെടുന്നതിന്റെ ഇടയിൽ പലപ്പോഴും മക്കളുടെ ആത്മീകവും മക്കളുടെ മതപരവുമായിട്ടുള്ള പരിശീലനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരുന്നതുകൊണ്ട് മക്കൾ നശിച്ചു പോകുന്നത് അങ്ങ് കാണുന്നുണ്ടല്ലോ. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കന്മാർക്ക് ശരിയായ ജ്ഞാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം അവരുടെ ഹൃദയങ്ങൾ സ്വർഗോന്മുഖമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കുടുംബം സമ്പത്തിന്റെ ഫലമായി സാമ്പത്തിക മേഖലയിൽ ഊന്നൽ കൊടുത്തതിന്റെ ഫലമായി അശുദ്ധമാവുകയും ഛിദ്ര പ്രവണതകൾ ഉണ്ടാവുകയും ഭിന്നിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങനെയുള്ള കുടുംബങ്ങളെ അവിടുന്ന് സന്ദർശിക്കുകയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു. തിരുക്കുടുംബത്തിന് മധ്യസ്ഥയായ അമ്മേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എപ്പോഴും വിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങളായി രൂപാന്തരപ്പെടുവാൻ അമ്മ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കണമേ. പൂക്കൾ
ചെന്നപ്പൂക്കൾ വിടർത്തേണമേ നിത്യസഹായ മാതാവേ ലോകമാതാവേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിന്റെ വചനം കേട്ടുകൊണ്ട്, കർത്താവിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത പന്ഥാവിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ കരുണയും സ്നേഹവും നിങ്ങളെ അനുനിമിഷം പിന്തുടരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിനോട് കൂടെ ഇന്ന് നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയട്ടെ. കർത്താവിന്റെ കരം പിടിച്ച് നിങ്ങൾക്ക് ഇന്ന് യാത്ര തുടരാൻ കഴിയട്ടെ. കർത്താവിന്റെ സഹായത്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം ഇന്ന് വിജയ മകുടം ചൂടട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ സുഹൃത്തുക്കൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ശുഭദിനം, നല്ല അനുഗ്രഹപ്രദമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് യേശുനാമത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.